ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ആൻഡ് ആസ് യൂഷ്വൽ ഞാനിത് ഓഗസ്റ്റിൽ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ആൻഡ് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി ലേറ്റായി. സോ ഞാൻ ഒരു ദിവസം സാറ്റർഡേ സൺഡേ ലീവുള്ള ദിവസം എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഗോയിങ് ടു ട്രിവാൻഡ്രം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. അങ്ങനെ 23rd ഓഗസ്റ്റിന് അതൊന്നൊരു സാറ്റർഡേ ആയിരുന്നു. അന്ന് ഞാൻ രാവിലെ 8:15 ട്രെയിനിൽ പോയി. സോ പോകുന്ന ജേർണി വാസ് അറൗണ്ട് ഉച്ചയ്ക്ക് 2:30 എത്തും എന്നാണ് ടിക്കറ്റിലുണ്ടായിരുന്നത്. പക്ഷേ ഐ വാസ് ലക്കി 2 മണി ആകുമ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ട്രെയിനിലിരുന്നു. അങ്ങനെ ബോറിങ് ജേർണി അല്ലായിരുന്നു, വേഗം തന്നെ എത്തിയിട്ടോ ട്രിവാൻഡ്രത്ത്. സോ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. നല്ല സണ്ണിയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ. ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ടെമ്പിളിലാണ് മെയിൻ ലക്ഷ്യം. സോ അവിടെ ഇറങ്ങി ആദ്യം പോയി ഫുഡൊക്കെ കഴിച്ച് ഓട്ടോയിൽ കയറി നമ്മളുടെ ഹോട്ടൽ റൂമിലോട്ട് പോയി. ആൻഡ് ഈ ഓട്ടോ ചേട്ടൻ ഭയങ്കര, എനിക്ക് ചിരിക്കണോ കരയണോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടൻ നമ്മൾ വഴക്ക് വരെ പറയുന്നുണ്ടായിരുന്നു, എന്തിനാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളവിടെ എത്തി, ഫുഡ് കഴിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് സാറ്റർഡേ ആണല്ലോ എത്തിയത്. അഴിമല ശിവ ടെമ്പിളിൽ പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ട് അങ്ങോട്ടാണ് ആദ്യം പോയത്. സോ അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് സ്ഥലം എക്സാക്ട്ലി ഞാൻ മറന്നുപോയി. ഒരു ക്ലിഫിൻ്റെ മേലെയായിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. സോ അങ്ങോട്ടുള്ള ജേർണി ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ളതായിരുന്നു കേട്ടോ. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആഴിമലയിലോട്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോയി. ആൻഡ് ഊബറിൽ ഇറ്റ് കോസ്റ്റ് വെരി ഹൈ പ്രൈസ്. നല്ല പൈസ ട്രാവലിങ്ങിലാണ്, നമുക്കറിയാത്തതുകൊണ്ടായിരിക്കാം പോയത്. സോ അങ്ങനെ ഒരു വൈകിട്ട് ഒരു 5 മണി 4:30 ആണെന്ന് തോന്നുന്നു. ആ സമയമാകുമ്പം എത്തി. ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാത്തത് ഇത്രയും മാസമായതുകൊണ്ടാണ് കേട്ടോ, പെർഫെക്റ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ മറന്നുപോയത്. സോ അങ്ങനെ എത്തി. കുറേ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എ വില്ലേജ് ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ എത്തി. ആൻഡ് ഹിയർ യു ആർ ഗോയിങ് ടു സീ ദ ബ്യൂട്ടി ഓഫ് ദറ്റ് സ്റ്റാച്ചു. ഈ ഒരു സ്റ്റാച്ചു കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 58 അടി നീളമുണ്ട്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മളുടെ ശിവൻ്റെ മുടിയിൽ ഗംഗാദേവി ഉണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ആ ഒരു ഈവനിങ് ടൈമിൽ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ ഇറ്റ് വാസ് വെരി പ്രിറ്റി. ആൻഡ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആസ് ഐ സെഡ്, നമ്മളുടെ മലയാളികളിനേക്കാളും കൂടുതൽ വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദ മെയിൻ ഹൈലൈറ്റ് വാസ് ദിസ്, ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി. ഞാൻ കുറേ നേരം ഈ ഭംഗി കണ്ടങ്ങ് നിന്ന് പോയിട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ആൻഡ് നേരിട്ട് കാണാൻ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ കണ്ടില്ലേ, ഇത്രയും തിരക്കുണ്ട്. നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എല്ലാവരും അടിപൊളി ഫോട്ടോസൊക്കെ കാണുമ്പോൾ അതേപോലെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇത്രയും തിരക്കുണ്ട്. നമുക്കൊരു സ്ഥലം കിട്ടണമെങ്കിൽ കുറേ നേരം നിന്നിട്ടാണ് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയത്. ആൻഡ് ദിസ് ലുക്ക് മാഗ്നിഫിഷ്യൻറ്റ്. ആൻഡ് നമ്മൾ പോയ ഊബറിലെ ചേട്ടൻ നമുക്ക് ഈ ടെമ്പിളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ അവിടെ എത്തി. ആദ്യം അമ്പലത്തിൽ തൊഴുതിന് ശേഷമാണ് നമ്മൾ കാണാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നത്. ആൻഡ് ദിസ് വാസ് മൈ ഔട്ട്ഫിറ്റ്. നമ്മൾ വേഗം റെഡി ആയിട്ടാണ് പോയത്. സോ ഐ വോർ എ ഹാഫ് സാരി. അങ്ങനെ ഇരുട്ടിയായിരുന്നു ടൈം. ഒരു 6:30-7 മണി സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ബിക്കോസ് അധികം നേരം നിന്ന് കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തിന് നല്ല ടയേർഡ് ആവുമെന്ന് അറിയായിരുന്നു. ആൻഡ് ഡയറക്റ്റ്ലി റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. ആൻഡ് യെസ്, നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റു. ദ നെക്സ്റ്റ് ഡേ മോർണിംഗ്, സൺഡേ ആണ് കേട്ടോ. ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ വോർ ദിസ് വെരി പ്രിറ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ ധാവണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ റൂമിൽ നിന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് നമ്മൾ നേരെ അമ്പലത്തേക്ക് പോയി. സോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോണേക്കാട്ടിലും മുൻപ് വി തോട്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തൊട്ടടുത്താണല്ലോ, അവിടെ തൊഴാൻ ആണ് വിചാരിച്ചത്. ആൻഡ് ഓൾസോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യം തൊഴണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. ആൻഡ് ഉള്ളിൽ എന്തോ പാട്ട് കച്ചേരിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ആദ്യമേ പുറത്തുനിന്ന് ഇങ്ങനെ കുറേ തേങ്ങ, നാളികേരം, വാട്ട് എവർ യൂസ് അത് വിൽക്കുന്നുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. തേങ്ങ ഉടച്ചു. അമ്പലത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കയറി പ്രാർത്ഥിക്കാനൊക്കെ പറ്റി കേട്ടോ. ഓൾദോ നല്ല തിരക്കുണ്ടെങ്കിലും നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റി.
ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ ഒരു സ്മോൾ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് കേട്ടോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴണമെന്ന്. ഈവൻ ദോ ഇത് ചെറിയ കാര്യമായിട്ട് തോന്നാം എങ്കിലും എനിക്കിത് വലിയ കാര്യമായിരുന്നു കേട്ടോ. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ പോകണം തൊഴണം എന്നൊക്കെ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഐ ഫുൾഫിൽഡ് ഇറ്റ്. ആൻഡ് യെസ്, അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് ടെമ്പിൾ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. നമ്മളുടെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി റിച്ചസ്റ്റ് ടെമ്പിളാണ്. ആൻഡ് ഇവിടുത്തെ ആർക്കിടെക്ചർ ആൻഡ് ഉള്ളിലത്തെ ഓരോരോ വിഗ്രഹങ്ങളായിക്കോട്ടെ, മ്യൂറൽ പെയിൻറ്റിങ്സ്, ആർട്സ് വർക്കൊക്കെ ആയിക്കോട്ടെ, ഇറ്റ്സ് വെരി പ്രിറ്റി ആൻഡ് ഭയങ്കര നമുക്ക് വണ്ടർ അടിച്ച് പോകും കാണുമ്പോൾ തന്നെ. അത്രയ്ക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുമ്പം. വേറെ ഏതോ ഒരു ഏൻഷ്യൻ ടൈമിൽ നമ്മൾ എത്തിയ പോലെ നമുക്ക് തോന്നും. ആൻഡ് നല്ല തിരക്കുണ്ടായിരുന്നു, ഉച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഭാഗ്യത്തിന് കയറിയപ്പോൾ നല്ലതുപോലെ തൊഴാൻ പറ്റി കേട്ടോ. ആസ് യു നോ, ഒരു അനന്തശയനത്തിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ രൂപമാണ് വിഗ്രഹമായിട്ടുള്ളത്. 3 അറകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കാണാം. തിരക്ക് കുറവായതുകൊണ്ടും എന്തോ ഭാഗ്യത്തിന് എനിക്ക് ആ 3 അറയിൽ കൂടിയും നല്ലതുപോലെ കണ്ട് തൊഴാൻ പറ്റി. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് കരയായിരുന്നു ഞാൻ. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മളുടെ ട്രെയിൻ 2:30-ക്കായിരുന്നു. നമ്മൾ റൂമിൽ പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് അറ്റ് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് നമുക്ക് തൃശ്ശൂർക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ കയറി ഐ വാസ് വെരി ടയേർഡ്. കാരണം ഓഗസ്റ്റ് ലാസ്റ്റ് ആയിരുന്നെങ്കിലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലുള്ള ദിവസമായിരുന്നു. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, നല്ല ടാൻഡായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എനിക്ക് വർക്കിനും പോകണം. ബട്ട് ഐ വാസ് ഹാപ്പി, മൈ ഹാർട്ട് വാസ് ഫുൾ. ആൻഡ് ആ ഹാപ്പിനെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് അബൌട്ട് മൈ സ്മോൾ ജേർണി. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്.